ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ലവറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു വ്ളോഗ് ചെയ്യാണ്. നമ്മുടെ ട്രാവലർ പാർട്ട്ണർ ലൈഫ് പാർട്ട്ണർ ഇതാ മന്ദം പിച്ച വെച്ച് വരുന്നുണ്ട്. വാ വാ, എന്നെ കാണിക്കില്ലെന്ന് പറയാം. എന്നെ കാണിക്കില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കാണിക്കും. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇതിൽ നിന്ന് നമുക്ക് അവിടെ ഒരാൾ പള്ളി ക്ലീൻ ചെയ്യാൻ പോയി. ഇതോ ഇതാണ് പള്ളി. ഇത് മഹാരാഷ്ട്രയിലുള്ള സ്ഥലത്തിൻ്റെ വനടി ബണ്ടാലയിലുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ അടുത്ത് വന്നതാണ്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യും. നാളെ ഒരു ഉച്ചയാകുമ്പത്തേനും രാവിലെ കുർബാനയെല്ലാം കഴിഞ്ഞ് ഉച്ചയാകുമ്പത്തേനും ഇവിടുന്ന് പോയി. ഇവിടെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. അവിടെ നല്ല അരളിപ്പൂവൊക്കെ നല്ലോണം വിരിഞ്ഞ് നിൽപ്പുണ്ട്. നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സിസ്റ്റേഴ്സും ഉള്ളൊരു കോൺവെൻറ്റും കൂടെ അടുത്തുള്ളത് കൊണ്ടാണ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതും. നല്ല ഭംഗിയുണ്ട്. ശാന്തസുന്ദരമായൊരു പ്രദേശമാണ് കേട്ടോ ഇത് മഹാരാഷ്ട്രയിലെ ബണ്ടാല എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ഒരു വളരെ ചെറിയ ഗ്രാമമാണ്. ഈ ഗ്രാമം നമ്മുടെ സൗത്തുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. 1960 ആന്ധ്രാപ്രദേശിൽ നിന്ന് കുടിയേറി വന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെ ഗ്രാമജീവിതമാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ പറയുന്നത്. ഇത് ഇവിടുത്തെ പഴയ പള്ളിയാണ്. അതിനോട് ചേർന്നിട്ട് അതാണ് ഇവിടുത്തെ പുതിയ പള്ളി. മാതാവിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട്. ഇത് നമ്മുടെ തൊട്ടടുത്ത് മാതാവിൻ്റെ ഒരു ഗ്രോട്ടയാണ്. അതിൻ്റെ ഫ്രണ്ടിലൂടെ കാണാൻ പറ്റും ട്രാക്ടറൊക്കെ പോകുന്നു. ഇവിടെ ബസ് സൗകര്യമില്ല. പണ്ട് ബസ്സുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാരെല്ലാം സ്വന്തം വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ബസ്സില്ല. വളരെ മനോഹരമായുള്ള ഗ്രോട്ടോ. ആ ഗ്രോട്ടോ നമ്മുടെ നാട്ടിലെ ഗ്രോട്ടോകൾ അതേപോലെ സാമ്യമുള്ളൊരു ഗ്രോട്ടയാണ്. ഇത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. നമ്മളിപ്പം കാണുന്നതാണ് പഴയ പള്ളി. ആ പഴയ പള്ളി ഇപ്പോൾ അത് ഓഡിറ്റോറിയമായിട്ട് മാറ്റിയിരിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് മുന്നിൽ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. പിന്നെ അതിനോട് ചേർന്നാണ് നമ്മൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്. ഇവിടെ അത് ഫുള്ള് ഗ്രില്ലൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടിന് നടുക്ക് പുറകിലോട്ട് ഒരു ചെറിയൊരു പച്ചക്കറിത്തോട്ടമുണ്ട്. പച്ചക്കറിത്തോട്ടം നമ്മുടെ നാട്ടിലെ വാഴയും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട്. ഇതുണ്ടല്ലോ, നല്ല വാഴയൊക്കെ കുറച്ച് നിൽക്കുന്നുണ്ട്. കൊല വെട്ടണ സമയമായെന്ന് തോന്നുന്നു. ഇതായിട്ടില്ല, എൻ്റെ അപ്പുറത്തെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് വന്ന് 1-2 കണ്ടായിരുന്നു. അതൊക്കെ ആയിട്ടുണ്ട്. വരുമ്പോൾ ഒരെണ്ണം എടുത്തിട്ടും പോലെ വാഴച്ചുണ്ടൊക്കെ ഉണ്ട്. നമുക്കിപ്പം ഇവിടെ മധ്യപ്രദേശിൽ വാഴച്ചുണ്ട് കിട്ടുള്ളത് കുറവാണ്. ഇവിടെ നിന്ന് എടുക്കേണ്ടി വരുന്നതാണ്. ഇതൊരു മാവാണ്. ഏകദേശം ഇത് ഉണങ്ങിയിപ്പുണ്ട്. എൻ്റെ തൊട്ടടുത്ത് ഒരു കുഴൽക്കിണറും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിത്തോട്ടം. ഇത് പൂത്ത് നിൽക്കുന്നില്ലേ, ഇത് ഉള്ളിയാണ്. ഇവിടെ ഉള്ളിൻ്റെ തണ്ട് കുറച്ചും കൂടെ ദിവസങ്ങൾ മുമ്പായിരുന്നു ഇത് കട്ട് ചെയ്തിട്ട് കറി വെക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഉള്ളി പൂവായി കഴിഞ്ഞാൽ പിന്നെ അത് കട്ട് ചെയ്തിട്ട് കറി വെക്കാൻ പറ്റില്ല. അങ്ങനെ പൂത്ത് നിൽക്കുന്ന ഉള്ളിത്തണ്ട്, അതിൻ്റെ അടിയിലാണ് ഉള്ളി. അത് വലിച്ചു പറിച്ചാൽ അതിൻ്റെ താഴത്തെ ഉള്ളി കാണാൻ പറ്റും. അങ്ങനെ ഒരു പച്ചക്കറി തോട്ടമായിട്ട് അടിപൊളി. വീണ്ടും നമ്മൾ പള്ളീൻ്റെ അങ്ങോട്ട് പോവാണ്. ഈ റൈറ്റ് സൈഡിലാണ് നമ്മൾ താമസിച്ച സ്ഥലം. ഗ്രാമവിശേഷങ്ങൾ എങ്ങനെയുണ്ട്? സൂപ്പറോ? ഇനി വല്ല ഗ്രാമം കണ്ടോ? അവിടെ ട്രാക്ടറൊക്കെ വരുന്നുണ്ട്. ഇത് പുറകെ കൂടെ ട്രാക്ടറൊക്കെ വരുന്നുണ്ട്. ഇത് പയറല്ലേ, ഇത് പൂവല്ലേ, ചെടിയല്ലേ? പയറ് നമ്മുടെ അവർക്ക് പയറും ചെടി എന്നൊന്നും പൂച്ചെടി എന്നൊന്നും മനസ്സിലാകുന്നില്ല. അതോ തുളസിയാണ്.
തുളസിയാണ്. ഈ ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു പൂവ്. ഇത് സൂര്യകാന്തി പൂവല്ല, ഒരു വെറൈറ്റിയാണ് കാണാൻ, അതുപോലെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു പൂന്തോട്ടവും നല്ലൊരു ഗ്രാമീണ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഗ്രാമത്തിലൂടെ നടക്കുക. നടന്നു നോക്കട്ടെ എവിടെ വരെ എത്തുന്നു. ഇവിടെ ഒരു കസേര കണ്ടിരിക്കാം. ഇവിടെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കസേരയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് കുറച്ച് മടുത്തിട്ട് വീണ്ടും അങ്ങനെ നടക്കാം. അതിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നടക്കുമ്പോൾ മടുക്കുമ്പോൾ ഇരിക്കാൻ പറ്റുന്നു. അതല്ലേ സീറ്റ് ഉണ്ടാക്കി വെച്ചാൽ റോഡിൻ്റെ സൈഡുകളിൽ. ഗവൺമെൻറ് എന്താ പ്രൊജക്റ്റ് ആയിരിക്കും. നമ്മുടെ കൊടുത്ത് ഒരാളും കൂടെ ഉണ്ടോ കാണുന്നില്ല. നോക്കട്ടെ. അങ്ങനെ രാവിലെ നമ്മൾ പള്ളിയിൽ പോയി കുർബാനയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതുവരെ നമ്മൾ വന്നിട്ട് ഇന്നലെ നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള നാട്ടിൻപുറ കാഴ്ചകളൊന്നും കാര്യമായിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അച്ഛനെയും കൂട്ടിയിട്ട് ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു സായിബാബേൻ്റെ അമ്പലം പണിയുന്നുണ്ട്. സത്യസായി ബാബയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും സത്യസായി ബാബയുടെ ആൾക്കാരും അങ്ങനെയൊക്കെയാണ്. പിന്നെ അവർക്ക് ഇങ്ങനെ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാ മതത്തെയും അവർ ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ, ഓരോരോ വീടും കാര്യങ്ങളും ചുറ്റുവട്ടവും കൃഷിയൊക്കെ നമുക്ക് അച്ഛനിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. പിന്നെ അത്യാവശ്യം ഫിനാൻഷ്യലി നല്ല ഒരു ലെവലിലുള്ള ആൾക്കാരും ആട്ടോ ഇവിടെ താമസിക്കുന്ന ആൾക്കാരും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഇവിടെ പേരൻസൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഹൈദരാബാദിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ഓൾറെഡി ഇവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി വന്നവരാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തെലുങ്കൊക്കെ ഇവർക്ക് നല്ല പച്ചവെള്ളം പോലെ അറിയാവേ. ഇവിടെ ഒരു താറെല്ലാം കിടപ്പുണ്ട്, അതിനെ പുതച്ച് മൂടിയിട്ടേക്കും വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ചെറിയൊരു വഴിയാണ് കേട്ടോ. പിന്നെ എന്താ എടുത്ത് പറയുന്നൊരു കാര്യം, നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചെറിയ വഴിയാണെങ്കിൽ പോലും കോൺക്രീറ്റ് ഇട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുകയെ. പൊട്ടിപ്പൊളിഞ്ഞൊന്നും കിടക്കുന്നതൊന്നും നമുക്കിവിടെ കാണാനൊന്നും അങ്ങനെ പറ്റുമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു വിള്ളലുണ്ട് കോൺക്രീറ്റിന്, അതിൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അവരുടെ വീട് ഇത് നമ്മുടെ വേറോനിക്ക ഞാൻ പുള്ളിക്കാരിയില്ല എൻ്റെ പേര് ഏലിയാമ്മ. അതാണ് ഞങ്ങളുടെ വേറോനിക്ക. ഏലിയാമ്മ മോനെ വേറോനിക്ക യേശുവിനെ സഹായിക്കണം, അതുകൊണ്ട് പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞു. 2-3 വട്ടം അത് കഴിഞ്ഞ് ഇത് പറിച്ചു കൊണ്ടിട്ടൊന്നും നമുക്ക് നീ ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ കൈ പിടിച്ചോണ്ട് പോകണം, എല്ലാം കൈ കെട്ടിയിരുന്നു എല്ലാം തിന്നും. നമുക്ക് പ്രകൃതിയിൽ തന്നേക്കുന്ന എന്താണെന്ന് ഇതൊക്കെ നല്ലതാണ്. ഇല്ലാത്തൊക്കെ ഉള്ളത് ഇതുപോലെ പുളിയല്ല, ഇത് നല്ല ഒരു കൊഞ്ചു പോലെയാണ്. പറയൂ 2 വാക്ക് ഞാൻ പറയൂല, പറയണം. ഇത് മതി. ഇതാ എടി ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഇത് മറ്റേ മണ്ണിങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് താത്തു. എന്താന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ താമസം എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറത്ത് താമസിക്കുന്നത് സ്വർഗത്തിൽ താമസിക്കുന്നതാണ് ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് നല്ല സ്ഥലം. ഇതെന്റെ കച്ചത്തൂർ നമ്മൾ വന്ന വഴിക്ക് ഇങ്ങനെ കച്ചി കട്ടക്കട്ടയായിട്ട് വെക്കുന്ന വലിയ സ്ഥലം, ഒരു ഏകദേശം 1 ഏക്കർ. നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ഥലം നമ്മൾ വരുന്ന വഴിക്ക് കടന്നിട്ട് ഞാൻ പറഞ്ഞു ആ ഇത് തന്നെ, ഇതാ ഞാൻ പറഞ്ഞ കപ്പ് സോസറും ശരി. അപ്പുറത്ത് തണ്ണിമത്തം പോലെ ഉണ്ടല്ലോ. ഇത് ലോക്കിൽ
തന്നെയാ ഇത്ര ഇത് റൗണ്ട് ആയിട്ടുള്ള ലൗക്കി. മറ്റേ നീളം. നമ്മള് നീളമല്ലേ സാധാരണ കടയിലൊക്കെ കാണുന്നത്. ഇത് റൗങ്കി. ഇതെന്നാ പുല്ലാണോ? ആ ടാങ്കിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇത് കുഴിയൊന്ന് ഇതാണ് സ്വർണം. പെണ്ണ എനിക്ക് ഇതേ കളത്തായിരുന്നു സ്വർണ്ണത്തിന്. പിന്നെ ആൾക്കാർ പണയം വെച്ചാലെന്ന് ഓർത്ത് പിന്നെ കളത്ത് മാറ്റിയതാ. നീ അതിലെ കൂടെ ഓടി പാടി ഫോണില് ഫോട്ടോ സെൽഫി എടുത്തു. അതാ പറഞ്ഞേ ഇത് പോയി. നമ്മളിങ്ങനെ നോക്കുമ്പോഴാ ക്യാമറയിൽ നോക്കുമ്പോ ഫുൾ ഗോൾഡൻ കളർ. അതൊക്കെ പഞ്ചാബ്. ഇതേ കളർ അവിടുത്തെ. വെയിലും അതേപോലത്തെ നല്ല തണുത്ത കാറ്റും, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നല്ല രസമുണ്ട്. ഒരു കനാല്. ട്രാക്ടർ നമ്മളെ ആളെ കണ്ടില്ലേ, പുള്ളിയുടെയാണ്. ഇപ്പൊ ഈ ബിൽഡിംഗ് കാണുന്നില്ലേ, ഇവിടെ കാണുന്നില്ല. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുണ്ട്. അവിടുന്ന് അവിടെ ഈ ഇതുണ്ടല്ലോ, അവർക്ക് ഇതുണ്ട്, ഡാമുണ്ട്. ഡാം അല്ല, ലേക്ക്. അതാണ് നമ്മൾ വരുന്ന വഴിക്കണ്ടേ. ഓഹോ, അത് ചെറിയ ലേക്ക്, അത് ഗ്രാമത്തിൽ തന്നെയല്ലേ. ഇവിടെ ഇഷ്ട കൊരങ്ങാരല്ലേ കൂടെ. ഓ ചാടിയുണ്ടോ? ഇത് കടുക് കഴിഞ്ഞത്. കടുകേല കഡൂസ്. നമ്മൾ ഈ കാണുന്ന ഇതാണ് കടുക്. കടുകിൻ്റെ ആക്ച്വലി സീസൺ കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇവിടെ കുറച്ച്. ബാക്കിയെല്ലാം ഓൾറെഡി വിളവെടുത്തതാണ്. നല്ല മഞ്ഞ പൂവൊക്കെ ആയിട്ടില്ലേ, ഇതാണ് കടുക്. ഇതിൻ്റെ അന്നാണ് കടുക് എടുക്കുന്നത്. പക്ഷെ അതേപോലെ ഇവിടെ കുരങ്ങന്മാരുടെ ഒരു താവളമാണ്. ഏത് സമയത്തും സിംഗവാലം കുരങ്ങ് പോലത്തെ, അത് ഏത് സമയത്തും ഇവിടെ വരാം. ആൾക്കാരെ ഒന്നും ചെയ്യൂല. എടി ആൾക്കാരൊന്നും ചെയ്യൂലടി. മനുഷ്യനേക്കാൾ എന്തോ നല്ല ആൾക്കാരാണ്. എടി ആ കുരങ്ങ് വേറെ, ആ കുരങ്ങ് വേറെ, ആ കുരങ്ങ് വേറെ, ഇത് വേറെ. ഇത് മനുഷ്യരെ ഭയങ്കര പേടിയാണ്. അവിടെ ഒരു മരം കണ്ടേ, ആ മരത്തിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ പാടത്തിൻ്റെ ഇടയ്ക്ക് ഒറ്റപ്പെട്ടൊരു മരം നിൽക്കുന്നു. ഇവിടെ കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് താഴെ വിശ്രമിക്കാൻ വേണ്ടി ആൾക്കാർക്ക് വിശ്രമിക്കാമല്ലോ, അതിനുവേണ്ടി ആയിരിക്കും ഇത്. നല്ല തണലൊക്കെ ആയിട്ട് നല്ല അടിപൊളി. മൊത്തം പാടം, അതിൻ്റെ നടുക്ക് ഒരു മരം. നല്ല അടിപൊളിയായിട്ട് കാണാം. നല്ല ഫ്രെയിം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും ഉണ്ടാകും നമ്മുടെ ഗോതമ്പ് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ കുരങ്ങനുമുണ്ട്. അതുകൊണ്ട് നല്ല എവിടെ നിന്ന് തിരിച്ചു വരുവാണ്. എന്തിനാ വെറുതെ അതുമായിട്ടൊരു ഏറ്റുമുട്ടൽ. അതുകൊണ്ട് അതും കണ്ടിട്ട് തിരിച്ചു വരുവാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതാണ് പാണ്ടിപ്പടയ്ക്കകത്ത് അവനെ കുളിക്കാൻ പോകുന്ന സ്ഥലമില്ല. 300 ഏക്കർ സ്ഥലമില്ലേ, തരിശു ഭൂമി, എന്നിട്ട് നടുക്കൊരു വലിയ ഡാം പണിയാണ്. ആ ഇത് ഈ സാധനം ഇതേപോലെ എന്താ 300 ഏക്കർ. ഇതാണ് ഈ സാധനം. ഇവിടെ ഒരു
പൊന്തി പോകാതിരിക്കാൻ വെയിറ്റ് ആണ്. വെയിറ്റ് ഇട്ട് അതൊക്കെ ലോജിക്ക് വെച്ച് നോക്കത്തില്ല ചേട്ടായി. കല്ല് കെട്ടി തൂക്കിയിട്ടാ പോലെ. എല്ലാം പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും അറിയത്തില്ല. കല്ല് കെട്ടി തൂക്കിയാൽ പോലെ. കല്ലിനെക്കാട്ടി നല്ല ബാഗിനകത്ത് മണ്ണ് വാരി മണൽ വാരി തൂക്കിട്ടെ. അവരെല്ലാം നല്ല ക്രിയാത്മകമായി ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ചാടി അങ്ങോട്ട് പോയേക്കുവാ. അങ്ങോട്ട് മീറ്റിംഗ് പോയി. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളും നെൽപ്പാടങ്ങളും ഗോതമ്പ് പാടങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ശരിക്കും മടുത്തു. നടന്നിടുന്ന സൈഡായി. അങ്ങനെ നടപ്പെല്ലാം കഴിഞ്ഞ് നല്ല തിരിച്ച് നമ്മുടെ റൂമിലേക്ക് നടക്കുവാണ്. നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് നമ്മൾ നടന്ന് പോവുകയാണ്.